ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വരുന്നു. ഞാനും സിംബയും ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. എനിക്കൊന്നൊരു 7-8 മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് ഫോം വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അതേപോലെ ഇൻസ്റ്റഗ്രാമിലും റീൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഒരു ലോങ് ഫോം വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, എന്തുകൊണ്ട് ഞാൻ ഇത്ര നാളൊരു കുറച്ച് ബ്രേക്ക് എടുത്തു ലോങ് ഫോം വീഡിയോസ് എടുക്കാൻ, എൻ്റെ ലൈഫിൽ കുറച്ച് അപ്ഡേറ്റ്സ്, അതേപോലെ തന്നെ പോളണ്ടിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ്, പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇങ്ങോട്ടിപ്പോൾ വരാൻ പറ്റിയൊരു ടൈമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ കുറേ മാസങ്ങളുണ്ട് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു, കുറേ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അതിലൊന്ന് തന്നെയായിരുന്നു ഞാൻ സിറ്റീസ് മാറി. ഞാൻ ഒരുപാട് വർഷങ്ങൾ നിന്നിരുന്നത് ബൂച്ചിലായിരുന്നു, അവിടുന്ന് വാട്സപ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ കുറേ നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി മാറി പുതിയ ജോലിയിലോട്ട് കയറി. പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ ടീച്ചിങ് കരിയർ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലോട്ടും തിരിച്ച് കയറി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഫ്രണ്ട്സും ചേർന്ന് ഇവിടെ ഒരു ചെറിയ ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞങ്ങൾ ഈ കുറേ നാളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഫുൾ തിരക്കായിരുന്നു. ബട്ട് ഞാൻ കൂടുതലും യൂട്യൂബിൽ ഷോർട്സും അതേപോലെ തന്നെ റീൽസും ഒക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പോളണ്ടിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വിസ ആപ്ലിക്കേഷൻ, സ്റ്റുഡൻറ്റ് വിസയുടെ ആപ്ലിക്കേഷനിൽ കുറേയേറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൽ മേജർ ഒന്നായിരുന്നു നമ്മുടെ ബാച്ചിലേഴ്സ് സ്റ്റുഡൻസിന് ഫസ്റ്റ് ഡോക്യുമെൻറ്റ്സ് വെക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് നോസ്ട്രിഫൈ ചെയ്യണം. അതായത് ഇവിടെ കൊടുത്തുവിട്ട് ഇവിടുത്തെ ലീഗൽ അതോറിറ്റീസിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് നോസ്ട്രിഫൈ ചെയ്തിട്ട് വേണം വിസ ആപ്ലിക്കേഷന് വേണ്ടി വെക്കേണ്ടത് ബാച്ചിലർ സ്റ്റുഡൻസിന്. അതേപോലെ തന്നെ മാസ്റ്റർ സ്റ്റുഡൻസിനാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് HRD ചെയ്യണം. അത് പോളണ്ടിലോട്ട് അയക്കേണ്ടതായിട്ടില്ല, നാട്ടിൽ തന്നെ HRD അറ്റസ്റ്റേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ഒരു ബിഗ് ചേഞ്ച് ആയിരുന്നു, അത് ഈ ഒരു അടുത്തിടയ്ക്ക് വന്നതാണ്. ഞാനൊരു യൂട്യൂബ് ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വിസ ആപ്ലിക്കേഷൻ, സ്റ്റുഡൻസിൻ്റെ വിസ ആപ്ലിക്കേഷൻസിൻ്റെ സ്ലോട്ട്സ് ലക്കി ഡ്രോ സിസ്റ്റം വഴിയായിരിക്കും ഇനി കിട്ടുക എന്നുള്ളത്. നേരത്തെ ഹൈ സം ഓഫ് മണി കൊടുത്തായിരുന്നു നമ്മൾ സ്ലോട്ട്സ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടിയിട്ടുണ്ട്, ലക്കി ഡ്രോ വഴി നമുക്ക് സ്ലോട്ട്സ് കിട്ടുന്നതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ദാറ്റ് വാസ് എ വെരി ബിഗ് ഗുഡ് ചേഞ്ച്. കാരണം നമ്മൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ലാസ്റ്റ് ഇയറൊക്കെ ഈ ഒരു ടൈമിൽ സ്ലോട്ട്സിന് വേണ്ടിയിട്ട് 60,000, 80,000, 90,000, 1 lakh വരെ ആൾക്കാർ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പോൾ അതിന് മാറ്റം വന്നു. ഇപ്പോൾ സ്ലോട്ട്സ് എല്ലാവർക്കും റീഡ്ലി അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് ചേഞ്ച്. ഈ വർക്ക് വിസയുടെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ചേഞ്ചസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല വർക്ക് വിസയിൽ. ബട്ട് മേജർ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ലോട്ട്സ് കൂടുതൽ കിട്ടാൻ തുടങ്ങിയ ആൾക്കാർക്ക് ലക്കി ഡ്രോ സിസ്റ്റം തന്നെയാണ് വർക്ക് വിസയെ ഫോളോ ചെയ്യുന്നത്. ഒരുപാട് സ്ലോട്ട്സ് ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങിയത് തന്നെ ഒരു ബിഗ് ചേഞ്ച് ആയിരുന്നു. ഈ വിസ പ്രോസസ്സിങ്ങിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് മെയിലും കാര്യങ്ങളും ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. വിസ റിജക്ഷൻസ് കൂടിയോ, ഇപ്പോൾ എല്ലാ റിജക്ഷൻസ് ആണോ, എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത്. യെസ്, വിസ റിജക്ഷൻസ് ഒരു പരിധി വരെ കൂടിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഒരുപാട് ഫോറിനേഴ്സ് പോളണ്ടിലോട്ട് സ്റ്റഡീസ് അല്ലെങ്കിൽ വർക്ക് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട്, ഇപ്പോൾ സ്റ്റഡീസിന് വരുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു സെമ്മ് പോലും കംപ്ലീറ്റ് ചെയ്യാണ്ട് അവർ ജമ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും ജോലിക്കോ കാര്യങ്ങൾക്കോ ആയിട്ട് കയറും, അല്ലെങ്കിൽ കൺട്രീസ് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ വർക്കിന് വരുന്നവർ മെയിൻലി ചെയ്യുന്ന അങ്ങനെയായിരുന്നു. വർക്കിന് വന്ന് ഇവിടെ കുറച്ച് നാളൊന്ന് വർക്ക് ചെയ്യും, ചിലപ്പോൾ ഒരു 1-2 മാസം വർക്ക് ചെയ്തിട്ട് ഇതുവഴി വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ അവർ നോക്കുമ്പോൾ റെക്കോർഡിക്കലി ഇപ്പോൾ ഒരു കമ്പനിയിലോട്ട് ഇത്ര പേരെ ഹയർ ചെയ്തു, ബട്ട് പോയി നോക്കുമ്പോഴത്തേക്കും അത്രയും പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ദേ ആർ ജമ്പിങ് ഫ്രം വൺ ജോബ് ടു അനദർ. അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിം തിങ്. റെക്കോർഡിക്കലി ഇത്രയും സ്റ്റുഡൻസിന് ഇവിടെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്, അത്രയും സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സെം പോലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് സെർച്ച് ചെയ്ത് ചെല്ലുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ലൊക്കേഷനിൽ സ്റ്റുഡൻസ് ഉണ്ടാവണം എന്നില്ല, അല്ലെങ്കിൽ അവർ കൺട്രീസ് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും വർക്കിൻ്റെ ബേസിസിൽ, അതായത് TRCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കാണ് ഇവർക്ക് സസ്പീഷ്യസ് ആയിട്ടും അവർക്ക് ഒരു റെഗുലേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂസ് കുറച്ച് നല്ല പോലെ ടൈറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വെക്കുന്ന ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം അവർ നന്നായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, നിങ്ങൾ ഇൻ്റർവ്യൂവിന് ബിഹേവ് ചെയ്യുന്ന രീതി, നിങ്ങൾ ഇൻ്റർവ്യൂവിന് ആൻസർ ചെയ്യുന്നത്, നിങ്ങൾ ഡ്രസ്സപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ മൊത്തത്തിൽ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് അല്ലെങ്കിൽ ഓക്കെ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് റൈറ്റ് അല്ല എന്നവർക്ക് ചെറിയ രീതിയിൽ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിജക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെ പോകുന്നത്. സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ നല്ല രീതിയിൽ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പോളണ്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, പോളണ്ടിൽ വരാൻ പറ്റിയൊരു ടൈമാണോ, പോളണ്ട് ചൂസ് ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. കറണ്ട് സിറ്റുവേഷൻ ഓഫ് പോളണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പോളണ്ട് കുറച്ചൊന്ന് മാർക്കറ്റൊക്കെ ഡൗൺ ആണ്, ജോലിയുടെ ഇൻ ടേംസ് ഓഫ് ജോലിയൊക്കെ പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണ്. ഒരുപാട് കമ്പനീസ് ഇവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ ചീപ്പർ കൺട്രീസിലോട്ട് പോകുന്നുണ്ട്. അതായത് ലൈക്ക് ഏഷ്യൻ കൺട്രീസിലോട്ടൊക്കെ ജോബും ഹബ്സൊക്കെ മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഈ കുറേ നാളുകൾക്ക് മുന്നേ പോളണ്ടിൻ്റെ അപ്ഡേറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ മാർക്കറ്റ് വാസ് റിയലി ഗുഡ്, എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ റിയലി ഗുഡ് ടൈം പോളണ്ടിലോട്ട് വരാനായിട്ട്. ബട്ട് ഇപ്പോഴത്തെ ഒരു ടൈമിൽ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വിസ റിജക്ഷൻസ് ഒക്കെ കൂടിയുണ്ട്, ആൾക്കാർ വരുന്നതും കുറഞ്ഞിട്ടുണ്ട്. പല കൺട്രീസ്, നോട്ട് ജസ്റ്റ് ഇന്ത്യ ഈസ് എഫക്റ്റഡ്. അപ്പോൾ വേറെയും ഒരുപാട് കൺട്രീസ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഇപ്പോൾ കുറച്ച് ടൈറ്റർ ആക്കിയിട്ടുണ്ട്. സോ പോളണ്ടിലോട്ട് ഇപ്പോൾ വരാൻ പറ്റിയ സിറ്റുവേഷനാണ്. യെസ്, യു ക്യാൻ കം, നോ വറീസ്. പക്ഷേ ഡോണ്ട് എക്സ്പെക്ട് ആ ഒരു പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടും, പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ഡൗൺ ആവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. യു ഷുഡ് ബി പേഷ്യൻറ്റ്. കുറേ നാളെങ്കിലും എന്താ പറയുക, പാർട്ട് ടൈം ജോലി ചെയ്ത് നിന്നിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു ഫുൾ ടൈം ജോലിയിലോട്ടൊക്കെ കയറാൻ പറ്റുന്നത്. അപ്പം അതൊക്കെ ഒന്ന് പേഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. നിങ്ങളെ തന്നെ കുറച്ച് നാളത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ്, ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു കം ടു പോളണ്ട്. ബട്ട് ഇല്ല, നിങ്ങൾക്ക് വന്ന ഉടനെ തന്നെ ഏൺ ചെയ്ത് തുടങ്ങണം, നിങ്ങൾക്ക് വന്ന ഉടനെ തന്നെ ഒരു ജോലിയിലോട്ട് കയറണം എന്നൊക്കെയുള്ളൊരു ഇൻറ്റൻഷനിലാണ് പോളണ്ടിലോട്ട് വരാൻ ഇരിക്കുന്നതെങ്കിൽ ഐ ഡോണ്ട് സജസ്റ്റ് പോളണ്ട് ഇപ്പോൾ ഒരു റൈറ്റ് ടൈമാണെന്ന്. ഇതിപ്പോൾ ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ പോലും ചേഞ്ചിങ് ഫ്രം വൺ ജോബ് ടു അനദർ ഒരു കുറച്ച് ടാസ്ക്ഫുൾ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കമ്പനീസ് ഇവരുടെ മാർക്കറ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വേറെ പല കൺട്രീസിലോട്ട് മാറുന്നതുകൊണ്ട് തന്നെ ജോബ്സ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഹബ്സ് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഷട്ട് ഡൗൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്കാണെങ്കിലും ഇറ്റ്സ് എ ടഫ് ടൈം റൈറ്റ് നൗ. അപ്പോൾ എല്ലാവരും, പിന്നെ അതേപോലെ തന്നെ എക്സ്പെൻസസ് ഒക്കെ കൂടി, എനിക്ക് തോന്നുന്നു എന്താ ഈ വാറിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസസ് ഒക്കെ കൂടിയിട്ടുണ്ട്. സാധനങ്ങളുടെ വിലയാണെങ്കിലും അതേപോലെ തന്നെ റെൻറ്റും കാര്യങ്ങളൊക്കെ. വാർസോ ഇസ് വെരി വെരി എക്സ്പെൻസീവ് ടു ലിവ് ഇൻ. വേറെ ഏതെങ്കിലും സിറ്റീസ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. വാർസോ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ലിവിങ് കോസ്റ്റ് ആണെങ്കിലും റെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വാർസോ ഇസ് വെരി വെരി എക്സ്പെൻസീവ് ടു ബി ഓണസ്റ്റ്. ഞാൻ സിറ്റി മാറിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് മനസ്സിലായി. അപ്പം കീപ് ഓൾ ദിസ് ഇൻ മൈൻഡ്. നിങ്ങൾ വാർസോയിലോട്ട് അല്ലെങ്കിൽ പോളണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് പോളണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ ഇവിടെ സ്പ്രിംഗ് സീസണിലാണ്, വിൻ്റർ മാറി സ്പ്രിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായി, അറൗണ്ട് ഏപ്രിൽ മിഡ് കഴിഞ്ഞ് ഈ ഒരു ടൈമായി കഴിഞ്ഞൊരു 1-2 ആഴ്ചയുള്ളൂ ഇത്രയും വെളിച്ചവും ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇച്ചിരി ലോങ്ങർ ആയിരുന്നു ഇപ്രാവശ്യത്തെ വിൻ്റർ. ബട്ട് സോ ഹാപ്പി, സോ ഗുഡ്. നല്ല വെളിച്ചമുണ്ട്, അതേപോലെ തന്നെ ഡേയ്സ് ഭയങ്കര ലോങ്ങർ ആയിട്ടുണ്ട്. 6 മണി 7 മണി ആവണം ഇപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് ഇരുട്ടണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാനും കിട്ടും. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, ഇന്നത്തെ വീഡിയോ വളരെ കുട്ടി വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അപ്ഡേറ്റ്സും അതേപോലെ തന്നെ പോളണ്ടിലെ അപ്ഡേറ്റ്സും. ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബിലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആൻഡ് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം, എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ടു ഇമെയിൽ മീ. പിന്നെ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു നെക്സ്റ്റ് ടോപ്പിക്കാണ് പോളണ്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച്. അപ്പം ഞാനത് വളരെ അടുത്ത് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം മക്കളെ പഠിപ്പിക്കണം, എന്തൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, സ്കൂളിംഗ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ അറിയണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് റീസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി പോളണ്ടിലുണ്ട്, ഫാമിലി ആയിട്ടുണ്ട്, നിങ്ങളുടെ മക്കളെ സ്കൂളിലൊക്കെ വിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പേരൻസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ റീച്ച് ഔട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം വഴിയോ യൂട്യൂബ് വഴിയോ കമൻറ്റിലൂടെ എങ്ങനെയാണെങ്കിലും എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്ലീസ് ഡു ഷെയർ യുവർ ഇൻഫർമേഷൻ ആസ് വെൽ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനും വീഡിയോസ് കാണുന്നതിനും, അതേപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ വളരെയേറെ നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ഇൻ കേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ സീ യു നെക്സ്റ്റ്. ബൈ ബൈ.